Okay, next section varunana rolled steel tube. These sections are designated by their normal base size, and in each size there are 3 classes, namely light, medium and heavy. അതായത് ഇവിടെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഔട്ടർ ഡയമീറ്ററും സെൽഫ് വെയിറ്റും. ഇവിടെ ട്യൂബാണ് കേട്ടോ, അതായത് ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ട്യൂബിന് വരുമ്പോൾ അതിലൊരു തിക്നെസ് ഉണ്ട്. ഔട്ടർ ഡയമീറ്ററും അതിന്റെ തിക്നെസ്സും വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെയിനായിട്ട് അതിന്റെ സെൽഫ് വെയിറ്റും വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെയിനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുക. ആൻഡ് ദ ഡിഫറൻസ് ഇസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദെയർ തിക്നെസ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു ലൈറ്റ്, മീഡിയം, അതായത് ഓരോ നോർമൽ സൈസിനും നമ്മൾ വീണ്ടും ലൈറ്റ്, മീഡിയം, ഹെവി ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്നെസ്സിനനുസരിച്ച് അതിന് വീണ്ടും ഡിഫറൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ആ സെൽഫ് വെയിറ്റും ഔട്ടർ ഡയമീറ്ററും ഒക്കെ വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് അതിന്റെ തിക്നെസ്സിനനുസരിച്ച് അതിന്റെ ക്രോസ് സെക്ഷൻ പ്രോപ്പർട്ടീസിനും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു 40 mm ട്യൂബ് എന്ന് പറയുകയാണെങ്കിൽ ആ 40 mm ട്യൂബിന് തന്നെ 3 ടൈപ്പ് ഉണ്ടാവും. അതായത് അതിന്റെ തിക്നെസ് 2.9 ഉള്ളത്, 3.25 ഉള്ളത്, 4.05 ഉള്ളത്, അങ്ങനെ 3 എണ്ണം ഉണ്ടാവും. അതാണ് പറയാ 40 mm diameter. 40 mm tube has 3 types which are thickness are 2.9, 3.25 and 4.05. അങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ബൈ ഔട്ടർ ഡയമീറ്റർ ആൻഡ് സെൽഫ് വെയിറ്റ്. പിന്നെന്താ, അതാണ് റോൾഡ് സ്റ്റീൽസിനെ കുറിച്ച് കൂടുതലുള്ളത്. ദെൻ അടുത്ത വരുന്ന റോൾഡ് സ്റ്റീൽ പ്ലേറ്റ് ആണ്. റോൾഡ് സ്റ്റീൽ പ്ലേറ്റിന് ഈ താഴെ പറഞ്ഞേക്കുന്ന അത്രയും തിക്നെസ് എല്ലാം അവൈലബിൾ ആണ്. സ്റ്റീൽ പ്ലേറ്റ് 568 തൊട്ട് 80 mm വരെ, 5, 6, 8, 10, 12, 14, 16, 18, 20, 22, 25 ആ തിക്നെസ് ആണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദേ ആർ റോൾഡ് ഇൻ വിഡ്ത്ത്. ആൻഡ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 160. ആ തിക്നെസ്സും വിഡ്ത്തും ആണ് നമ്മൾ അതിൻ്റെ മെയിൻ ആയിട്ട് നോക്കണം. അപ്പോൾ അതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 160 തൊട്ട് 2500 mm വരെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിന്റെ ആ മിനിമം തിക്നെസ്സും അതുപോലെ തന്നെ മാക്സിമം തിക്നെസ് അല്ല, മിനിമം വിഡ്ത്തും ഒന്ന് നോക്കി വെച്ചേക്കാം. ആൻഡ് സോ മെയിൻ ആയിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യണത് റേറ്റ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ISPL. ISPL എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റീൽ പ്ലേറ്റിനാണ്. ISPL ഫോളോഡ് ബൈ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ISPL 2000 by 1000 by 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 അതിന്റെ ലെങ്ത് ആയിരിക്കും, 1000 അതിന്റെ വിഡ്ത്ത് ആണ്, ആൻഡ് 6 എന്ന് പറയുന്നത് അത് അതിന്റെ തിക്നെസ് ആയിരിക്കും. ആൻഡ് ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക് ആൻഡ് അതർ സ്റ്റോറേജ് സ്ട്രക്ചർ, ബിൽറ്റ് അപ്പ് ബീംസ്, കോളം, ബേസ് പ്ലേറ്റ് ഫോർ ഫൗണ്ടേഷൻ എക്സെട്ര. ഇതാണ് എക്സാമ്പിൾ ഓഫ് എ സ്റ്റീൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് റോൾഡ് സ്റ്റീൽ സ്ട്രിപ്സ് ആണ്. റോൾഡ് സ്റ്റീൽ സ്ട്രിപ്പ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ISST ഫോളോഡ് ബൈ വിഡ്ത്ത് ആൻഡ് തിക്നെസ്. അവിടെ വിഡ്ത്തും തിക്നെസ്സും ഉണ്ടാവും ആണ് വെച്ചാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ വിഡ്ത്ത് വേരി ചെയ്യുന്നത് 100 mm തൊട്ട് 1000 mm വരെ ഉണ്ടാവും. തിക്നെസ് വേരി ചെയ്യുന്നത് 0.8 തൊട്ട് 2.2 വരെ ഉണ്ടാവും. ദെൻ ഇതാണ് റോൾഡ് സ്റ്റീൽ സ്ട്രിപ്സിന്റെ ഒരു ഫിഗർ. റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റും സ്ട്രിപ്പും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ് ഈസ് 5 mm ഓൺവേർഡ്സ് ആൻഡ് ദർ വിഡ്ത്ത് ഈസ് ലിമിറ്റഡ്. അതായത് 5 mm മേലെ ഉള്ളതിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടുത്തെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.2 വരെ ഉള്ളൂ. 5 mm മേലെ ഉള്ളതിനെ നമ്മൾ സ്റ്റീൽ ഫ്ലാറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്തും ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടെ വരെ 250 mm വരെയാണ് വിഡ്ത്ത് ലിമിറ്റ് ചെയ്തേക്കുന്നത്. Then flat of following width and thickness are listed in IS handbook. Width 12 തൊട്ട് 250 വരെയാണ്, thickness 5 തൊട്ട് 25 mm വരെയാണ്. And they are designated by width followed by the letter ISF and thickness. അപ്പോൾ ഇവിടെ മാത്രം വേറെ രീതിയിലാണ് 80 ISF 10 എന്നായിരിക്കും നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 80 ISF 10 എന്നാണ് നമ്മൾ ഒരു റോൾഡ് സ്റ്റീൽ ഫ്ലാറ്റിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്ത് ആയിരിക്കും, ISF എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ്, then 10 എന്ന് പറയുന്നത് തിക്നെസ്സും ആയിരിക്കും. ദെൻ ബിൽറ്റപ്പ് സെക്ഷൻ. ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അവൈലബിൾ ബേസിക് സെക്ഷൻ, അതായത് പ്ലേറ്റ് സെക്ഷനും ആംഗിൾ സെക്ഷനോ അല്ലെങ്കിൽ ഐ സെക്ഷനോ അങ്ങനെ, അതായത് ഓരോന്നിന്റെ കോമ്പിനേഷനാണ് നമ്മൾ ബിൽറ്റപ്പ് സെക്ഷൻ എന്ന് പറയാം. അങ്ങനെ ബിൽറ്റപ്പ് സെക്ഷൻ ഉണ്ടാക്കുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് ഡിഫറെന്റ് സെക്ഷൻസ് ആർ ജോയിൻഡ് ബൈ വെൽഡിംഗ് ഓർ റിവറ്റിംഗ്. ദെൻ ബിൽറ്റപ്പ് സെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിൽറ്റപ്പ് സെക്ഷൻ ഉണ്ട്? ഒന്നെങ്കിൽ 2 ആംഗിൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ 2 ചാനൽ സെക്ഷൻ ഒരുമിച്ച് വെക്കാം, അല്ലെങ്കിൽ ഐ സെക്ഷന്റെ മേലെ ഒരു പ്ലേറ്റ്സ് വെച്ച് കൊടുക്കാം, പ്ലേറ്റ് ഗർഡർ ഉണ്ട്, ബിൽറ്റപ്പ് കോളം സെക്ഷൻസും ഉണ്ടാവും. ദെൻ വേറെ ഒരു സെക്ഷൻ വരുന്നതാണ് ലൈറ്റ് ഗേജ് സെക്ഷൻ എന്ന് പറയുന്നത്. ദേ ആർ മെയ്ഡ് ഫ്രം സ്റ്റീൽ ഷീറ്റ് ഓഫ് യൂണിഫോം തിക്നെസ് ദാറ്റ് ഈസ് പ്രോസസ്ഡ് ഇൻ കോൾഡ് സ്റ്റീൽ. Then they are coated with a zinc or aluminium and their thickness is normally less than 2 mm.
ആൻഡ് ഇറ്റ്സ് yield സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഞ്ചിങ് ഫ്രം 250 MPa to 550 MPa ആയിരിക്കും. ഇന്റർമീഡിയറ്റ് അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് സ്റ്റിഫ്നർ ഇൻ വൈഡ് ഫ്ലാഞ്ചസ് ആൻഡ് വെബ്സിലാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ലൈറ്റ് ഗേജ് സെക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ്നസ് ആയിരിക്കും, ഹൈ സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നസ് ഉണ്ടാവും, ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ ആൻഡ് മാസ് പ്രൊഡക്ഷൻ, ഫാസ്റ്റ് ആൻഡ് ഈസി ഇറക്ഷൻ ഇൻസ്റ്റലേഷൻ, ഹൈ സ്ട്രെങ്ത് ടു വെയ്റ്റ് റേഷ്യോ, സബ്സ്റ്റാൻഷ്യൽ എലിമിനേഷൻ ഓഫ് ഡിലേ ഡ്യൂ ടു വെതർ, ഫോം വർക്ക് നോട്ട് നീഡഡ്, യൂണിഫോം ക്വാളിറ്റി, ഇതൊക്കെയാണ് ലൈറ്റ് ഗേജ് സെക്ഷന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഇനി വരുന്ന ഒരു ഇക്വേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ PSC ചോദിക്കുന്നതാണ് ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് ഓഫ് എ മെമ്പർ എന്ന് പറയുന്നത്. ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്രസീവ് ലോഡ് അറ്റ് വിച്ച് സ്ലെൻഡർ കോളം വിൽ സഡൻലി ബെൻഡ് ഓർ ബക്കിൾ. ഇത് ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്രിപ്പിൾ ലോഡ് അല്ലെങ്കിൽ PCRന്റെ വാല്യൂ π² EI/KL² എന്നാണ് ഇക്വേഷൻ. അതിലെ PCR എന്ന് പറയുന്നത് ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡാണ്. ഈ യങ്സ് മോഡുലസ്, I എന്ന് പറയുന്ന മിനിമം ഏരിയ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, L unsupported length of the column and K is the column effective length factor. അതായത് നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു എഫക്റ്റീവ് ലെങ്ത് യൂസ് ചെയ്യണമെന്ന് അല്ലെ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. K എന്ന് പറയുന്നത് ആ എഫക്റ്റീവ് ലെങ്ത്തിന്റെ വാല്യൂ ആണ്. നമ്മളിത് ഇവിടെ നോക്കുക, നമ്മുടെ കോൺക്രീറ്റിലുള്ള പോലെ തന്നെ ഇവിടെയും കോളത്തിന് എഫക്റ്റീവ് ലെങ്ത് ഉണ്ട്. അതായത് എൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് വാല്യൂസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് എൻഡും ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0.5 ആയിരിക്കും കൊടുക്കുക. സോ 0.5 ആയിരിക്കും കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓരോ എൻഡ് കണ്ടീഷൻ അനുസരിച്ചും കെയുടെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. സോ ഇത് ഒരു ചോദിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടേക്കുന്നത്. ഓയിലേഴ്സ് ക്രിട്ടിക്കൽ, എന്നാലും നമ്മൾ ജസ്റ്റ് ആ വാല്യൂസ് എല്ലാം എന്നാ നോക്കി വെച്ചേക്കുക, പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ പാകത്തിന് കേട്ടോ. സോ ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത് തന്നെയാണ് കംപ്രസീവ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് ഓഫ് എ മെമ്പർ എന്ന് പറയാം. അതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ കംപ്രസീവ് ലോഡ് അറ്റ് വിച്ച് എ സ്ലെൻഡർ കോളം വിൽ സഡൻലി ബെൻഡ് ഓർ ബക്കിൾ എന്നാണ് പറയുക. അതിന്റെ ഇക്വേഷൻ PCR = π² EI/KL². ഈ KL² വരെ L എഫക്റ്റീവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിയാട്ടെ, K × L എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാം. ആ ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് ഫോർമുല ഉണ്ടാക്കിയപ്പോൾ ഉള്ള അസംഷൻസ് ആണ് പറയുക. ദ ഫോളോയിങ് അസംഷൻസ് ആർ മെയ്ഡ് വൈൽ ഡിറൈവിംഗ് ഓയിലേഴ്സ് ഫോർമുല. ദ മെറ്റീരിയൽ ഓഫ് കോളം ഇസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ദ കംപ്രസീവ് ലോഡ് ഓഫ് ദ കോളം ഇസ് ആക്സിയൽ ഓൺലി. ദ കോളം ഇസ് ഫ്രീ ഫ്രം ഇനീഷ്യൽ സ്ട്രെസ്. വെയിറ്റ് ഓഫ് ദ കോളം ഇസ് നെഗ്ലക്റ്റഡ്. കോളം ഇസ് ഇനീഷ്യലി സ്ട്രെയിറ്റ്. ദറ്റ് ഇസ് നോ eccentricity of the axial load. Pin joints are frictionless. Cross-sectional and fixed ends are rigid. The cross-section of the column is uniform throughout its length. Direct stress is very small as compared to bending stress. The length of the column is very large as compared to the cross-sectional dimension of the column. The column fail only by buckling. This is true if the compressive stress in the column does not exceed the yield strength. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലാസ്റ്റ് അസംഷൻ ഇടയ്ക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. കോളം ഫെയിൽസ് ഓൺലി ബൈ ബക്ലിംഗ്. അതല്ല, അതുപോലെ തന്നെ ഇവിടെ അത് ആവണമെന്നുണ്ടെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ഇൻ കോളം ഡസ് നോട്ട് എക്സീഡ് ഈൽഡ് സ്ട്രെങ്ത് എന്നുണ്ട്. അത് ഒരു തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. കംപ്രസീവ് സ്ട്രെസ് ഇൻ ദ കോളം ഡസ് നോട്ട് എക്സീഡ് ഈൽഡ് സ്ട്രെങ്ത്. അതൊരു അസംഷനിൽ വന്നേക്കുന്നുണ്ട്. സോ അസംഷൻസും എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവാം. അസംഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി വരുന്നത്, അപ്പൊ ഇതാണ് മെയിൻ എന്താ പറയുക പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ ആ സ്റ്റീലിന്റെ ഓരോ കാര്യങ്ങൾ അനുസരിച്ച്. ഇനി വരാൻ പോകുന്നത് കണക്ഷനാണ്. നമ്മൾ മെയിനായിട്ട് സ്റ്റീൽ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കണക്ഷനാണ് മെയിൻലി പറയാറുള്ളത്. ബോൾട്ടഡ് കണക്ഷനും, ഒന്നെങ്കിൽ നട്ടും ബോൾട്ടും വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ വരുന്നത് എന്താണ് വെൽഡഡ് കണക്ഷൻ. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും 3 ടൈപ്പ് ഓഫ് കണക്ഷനാണ് നമുക്കുള്ളത്. റിവറ്റഡ് കണക്ഷൻ, വെൽഡഡ് കണക്ഷൻ റിവറ്റഡ് കണക്ഷൻ, ബോൾട്ടഡ് കണക്ഷൻ ആൻഡ് വെൽഡഡ് കണക്ഷൻ. ഈ റിവറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം അധികം യൂസ് ചെയ്യാറില്ല. റിവറ്റിങ്ങും ബോൾട്ടിങ്ങും എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ വൈസ്, നമ്മുടെ എക്സാം വൈസ് അല്ലെങ്കിൽ ഒരു തിയറി വൈസ് ഏകദേശം സെയിം തന്നെയാണ്. സോ എല്ലാവരും റിവറ്റഡ് കണക്ഷനകത്ത് വരുന്ന ഇക്വേഷൻസും ബോൾട്ടഡ് കണക്ഷനിൽ വരുന്ന ഇക്വേഷൻസും എല്ലാം പോയിന്റ്സുകളെല്ലാം സെയിം തന്നെ ആയിരിക്കും. സോ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് നോക്കാം. The connection provided in the steel structure can be classified as riveted, bolted and welded connection. Riveted connections were very popular and are still used in some cases but will gradually be replaced by bolted connection. This is due to the low strength of rivet, higher installation cost and the inherent efficiency of the connection. And welded connection have the advantage that no holes are needed to be drilled in the member and consequently have higher efficiency. But the welding in field may be very difficult, costly and time consuming. സോ ആദ്യമേ നമുക്ക് റിവറ്റിങ്ങും എന്താണെന്ന് ആദ്യം നോക്കാം. റിവറ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ്
together structural steel components by inserting ductile metal pin called rivets into holes of the components to be connected from coming part. അതായത് റിവറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ റിവറ്റിനെ അതായത് ഡക്റ്റൈൽ മെറ്റൽ പിൻസ് ആണ്, അതിനെയാണ് നമ്മൾ റിവറ്റ് എന്ന് പറയാം. ആ റിവറ്റ് മറ്റേ സ്ട്രക്ചറൽ കമ്പോണന്റിൽ ഹോൾ ഉണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക, അതിലേക്ക് യൂസ് ചെയ്യാം. ഈ റിവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. റിവറ്റിനകത്ത് നമുക്കൊരു ഹെഡ് ഉണ്ട്, ഷാങ്ക് ആൻഡ് ടെയിൽ ഉണ്ട്. നമ്മൾ സാധാരണ പറഞ്ഞ ഹെഡ് ആൻഡ് ഷാങ്ക് എന്നാണ്. മേലൊരു ഹെഡും ഉണ്ടാവും, ഒരു ഷാങ്കും ഉണ്ടാവും, പിന്നെ ഒരു ടെയിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. സോ എ റിവറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഷാങ്ക് given length and diameter and a head known as manufactured head. And the size of rivet is defined by the diameter of the shank. Important point ആണ് സൈസ് ഓഫ് ദ റിവറ്റ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന സൈസിലുള്ള റിവറ്റ് തരാൻ പറയുകയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ഷാങ്കിന്റെ ആണ് ആ സൈസ് ഓഫ് ദ റിവറ്റ് എന്ന് പറയാം. Riveting is essentially a forging process during which a hot rivet is driven in its plastic state and a head is formed at the other end. And the head so formed at the other end of the rivet with the help of a riveting hammer and a buckling bar is known as driven head. റിവറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർജിങ് പ്രോസസ് ആണ് ഡ്യൂറിങ് വിച്ച് ദ ഒരു മിനിറ്റ് So riveting is essentially a forging process during which hot rivet, forging process ആണ് റിവറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്ത് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ട് റിവറ്റിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുക, പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആവില്ല, അപ്പോൾ അതിനെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഡ്രിവൺ ചെയ്തിട്ട് ആൻഡ് ദ ഹെഡ് ഇസ് ഫോംഡ് അറ്റ് ദ അതർ എൻഡ്. ഇനി ഹെഡ് ഓൾസോ ക്യാൻ ബി ഫോംഡ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റിവറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിവറ്റിംഗ് ഹാമർ ആൻഡ് ബക്ലിംഗ് ബാർ. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രിവൺ ഹെഡ് എന്ന് പറയാം. ആൻഡ് അതുകൊണ്ട് അപ്പോൾ ആ രീതിയിലനുസരിച്ച് നമുക്ക് റിവറ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹോട്ട് ഡ്രിവൺ റിവറ്റ്, ഷോപ്പ് റിവറ്റ്, ഫീൽഡ് റിവറ്റ് ആൻഡ് കോൾഡ് ഡ്രിവൺ റിവറ്റ്സ് എന്ന് പറയാം. ഹോട്ട് ഡ്രിവൺ റിവറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് കണ്ടീഷനിൽ ഡ്രിവൺ ചെയ്തെടുക്കുകയാണെങ്കിൽ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാക്കിയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹോട്ട് ഡ്രിവൺ റിവറ്റ്സ് എന്ന് പറയും. ഷോപ്പ് റിവറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിവറ്റ് വിച്ച് ആർ പ്ലേസ്ഡ് ഓൺ വർക്ക്ഷോപ്പ്, അതായത് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനിൽ വെച്ച് നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലാബിൽ വെച്ച് ചെയ്യണേനാണ് ഷോപ്പ് റിവറ്റ് എന്ന് പറയാം. സൈറ്റ് അല്ലെങ്കിൽ ഫീൽഡിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്ന റിവറ്റ്സിനെ നമ്മൾ ഫീൽഡ് റിവറ്റ് എന്ന് പറയാം. ഇനി ഹൈ പ്രഷറിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിവറ്റിനെയാണ് കോൾഡ് റിവറ്റ്സ് എന്ന് പറയാം. സോ അതിനെ കുറച്ചും കൂടെ കൂടുതൽ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. റിവറ്റ്സ് ഡ്രിവൺ ഇൻ ദ ഫീൽഡ് ഡ്യൂറിംഗ് ദ ഇറക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ആർ നോൺ ആസ് ഫീൽഡ് റിവറ്റ്. റിവറ്റ്സ് ഡ്രിവൺ ഇൻ ദ ഫാബ്രിക്കേറ്റിംഗ് ഷോപ്പ് ആർ നോൺ ആസ് ഷോപ്പ് റിവറ്റ്. ബോത്ത് ദിസ് ടൈപ്സ് ആർ നോൺ ആസ് ഹോട്ട് ഡ്രിവൺ റിവറ്റ്സ് സിൻസ് ദ റിവറ്റ്സ് ആർ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ റേഞ്ചിംഗ് ബിറ്റ്വീൻ 1000 degree Fahrenheit to 1950 degree Fahrenheit before driving. Field rivets are driven by hand-operated pneumatic riveting hammer, while the shop rivets are driven by bull riveter. ഫീൽഡിൽ നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ന്യൂമാറ്റിക് റിവറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഷോപ്പിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുൾ റിവറ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ റിവറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. Then some rivets are driven at atmospheric temperature. They are known as cold driven rivets, which are squeezed or driven in to fill the holes and to form head by application of large pressure. അതായത് ഹോട്ടിന് പകരം, അതായത് ഹോട്ട് കണ്ടീഷന് പകരം നമ്മൾ എന്ത് ചെയ്യും, നല്ല പ്രഷർ ഉപയോഗിച്ച് ഹാമർ ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ കോൾഡ് ഡ്രിവൺ റിവറ്റ്സ് എടുക്കുക. But they are in smaller in diameter, ranging from 12 mm to 22 mm. Then strength of cold driven rivet is more than that of hot rivets. അത് നോക്കിയേക്കാം. കോൾഡ് ഡ്രിവൺ റിവറ്റ്സിനായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക സ്ട്രെങ്ത് കൂടുതൽ. ആൻഡ് ദ റിവറ്റ് driven by hand operated riveting hammer are known as hand driven rivet, while those by power operated equipment are known as power driven rivets. അതാണ് മെയിനായിട്ട് റിവറ്റഡ് ഇത് വരിക. ഇനി വരുന്നതാണ് ജോയിൻറ്റ്സ്, ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ് എന്ന് പറയാം. നമുക്ക് മെയിനായിട്ട് ലാബ് ജോയിന്റും ഉണ്ടാവും, ബഡ് ജോയിന്റും ഉണ്ടാവും. അപ്പം ലാബ് ജോയിന്റ് അതിന്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ 2 types ഓഫ് റിവറ്റഡ് അല്ലെങ്കിൽ ബോൾട്ടഡ്. ഈ ബോൾട്ടഡ് കണക്ഷനും റിവറ്റഡും ഇനി പറയുന്ന പോയിന്റുകളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബോൾട്ടഡ് ജോയിന്റ്സിനും ഉണ്ട് ലാബ് ജോയിന്റും ബഡ് ജോയിന്റും, അതുപോലെ തന്നെ റിവറ്റിനും ഉണ്ട് 2 ടൈപ്പ് ജോയിന്റ്, എല്ലാം സെയിം തന്നെയായിരിക്കും. സോ ലാബ് ജോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാബ് ജോയിന്റ് The first is a lap joint in which plates to be connected by overlap each other. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ലാബ് ജോയിന്റ്. ഒരു പ്ലേറ്റിന്റെ മേലെ മറ്റൊരു ലാപ്പ് വെച്ച് ഓവർലാപ്പ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ലാബ് ജോയിന്റ് എന്ന് പറയാം. സോ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ജോയിനിങ് ഓഫ് മെമ്പർ ആർ ഡൺ ബൈ യൂസിങ് 1 or more rows of rivet. അതായത് ഒന്നല്ലെങ്കിൽ 2 കൂടുതൽ റോ. ഇത് എന്റെ സൈഡ് വ്യൂവും പ്ലാനും ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ റിവറ്റ് ഇങ്ങനെ ഈ ഓരോ വട്ടം കാണുന്നതാണ് റിവറ്റ്. അപ്പോൾ 2-3 റിവറ്റുകൾ കൂടി അല്ലെങ്കിൽ റോയിൽ വെച്ചേക്കുന്നതിനാണ്, ഒരു റോയിൽ വെച്ചേക്കുന്നതാണ് ആദ്യത്തേത്. 2 റോ ഉണ്ടെങ്കിൽ ഡബിൾ ബോൾട്ടഡ് ലാബ് ജോയിന്റ് എന്ന് പറയും. ബോൾട്ടോ റിവറ്റോ ഏതായാലും.
So based on the number of row, lap joint can be classified as single riveted lap joint or double riveted lap joint അല്ലെങ്കിൽ bolted. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. സിംഗിൾ bolted lap joint അല്ലെങ്കിൽ ഡബിൾ bolted lap joint. അതായത് ഇപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തൊരു സൈഡ് വ്യൂ എൻ്റെ പ്ലാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ റോ എന്ന് പറയുന്നത് ഇവിടെ ഒരു റോയേ ഉള്ളൂ. ഇവിടെ നമ്മൾ 3 റിവറ്റ് വെച്ച് ഒരു റോയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ 6 ഉണ്ട് അല്ലെ, 2 റോ ഉണ്ട്. അപ്പോൾ ഒരു റോ ആണെങ്കിൽ സിംഗിൾ ബോൾട്ടഡ് അല്ലെങ്കിൽ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറയും. 2 എണ്ണം ഉണ്ടെങ്കിൽ ഡബിൾ ബോൾട്ടഡ് അല്ലെങ്കിൽ ഡബിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് എന്ന് പറയും. അപ്പോൾ ഒരു മെമ്പറിന്റെ മേലെ മറ്റൊരു മെമ്പർ വെച്ച് റിവറ്റ് ചെയ്തെടുക്കുന്നതിനാണ്, ഇങ്ങനെ സ്ക്രൂ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ലാബ് ജോയിന്റ് എന്ന് പറയാം. ഇനി ബഡ് ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെക്കൻഡ് ഈസ് എ ബഡ് ജോയിന്റ് ഇൻ വിച്ച് ദ പ്ലേറ്റ് ആർ ടു ബി കണക്റ്റഡ് ബട്ട് അഗൈൻസ്റ്റ് ഈച്ച് അതർ ആൻഡ് ദ കണക്ഷൻ ഈസ് മെയ്ഡ് ബൈ പ്രൊവൈഡിംഗ് എ കവർ പ്ലേറ്റ് ഓൺ വൺ ഓർ ബോത്ത് സൈഡ് ഓഫ് ദ ജോയിന്റ്. അതായത് ഇവിടെ ഫിഗർ നോക്കുക, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, 2 മെമ്പറിനെ നേരെ കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മേലെ ഒരു പ്ലേറ്റ്, കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചു. എന്നിട്ട് ആ കവർ പ്ലേറ്റിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബോൾട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഈ കവർ പ്ലേറ്റിനനുസരിച്ച് നമുക്ക് 2 കാര്യമുണ്ട്. താഴെയും മേലിലും കവർ പ്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഡബിൾ ബോൾട്ടഡ് ബഡ് ജോയിന്റ് എന്ന് പറയും. താഴെ മേലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് കൊടുത്തേക്കണമെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ കവർ ജോയിന്റ് എന്ന് പറയും, ബഡ് ജോയിന്റ് എന്ന് പറയും. So ഇതാണ് ബഡ് ജോയിന്റിനെ കുറിച്ച്. The second is the bud joint in which the plates are to be connected but against each other and the connection is made by providing a cover plate on one or both side of the joint. ഇപ്പോൾ 2 സൈഡിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഡബിൾ കവർ ബഡ് ജോയിന്റ്, ഒരിടത്തേ ഉള്ളെങ്കിൽ സിംഗിൾ കവർ ബഡ് ജോയിന്റ്. ഇനി വരുന്ന അതിന്റെ കോമൺ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഈ ഡെഫിനിഷൻസും PS ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ നോമിനൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ദ ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക് ഓഫ് എ റിവറ്റ് ബിഫോർ റിവറ്റിംഗ് ഈസ് കോൾഡ് നോമിനൽ ഡയമീറ്റർ. റിവറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഷാങ്കിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ എന്ന് പറയാം. ദെൻ എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക് ഓഫ് എ റിവറ്റ് വെൻ ഹോട്ട് ഈസ് കോൾഡ് ഗ്രോസ് ഡയമീറ്റർ. അതായത് ആ ഷാങ്കിനെ കുറച്ച് ഹോട്ട് ചെയ്യുമെന്ന് പറ്റും, കുറച്ചും കൂടി വികസിക്കില്ല. അപ്പോൾ ആ ഡയമീറ്ററിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ എന്ന് പറയാം. അതെന്ന് പറയണത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ. നമ്മളെ റിവറ്റ് ഹോൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു റിവറ്റും ഉണ്ടായിരിക്കും, ഒരു എന്താ പറയുക, ഇപ്പോൾ ബോൾട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും, ആ ബോൾട്ട് വെക്കാൻ ഒരു ഹോളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഹോളിന്റെ റിവറ്റ് ഹോളിനോട് ഈക്വൽ ആയിരിക്കും എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയാം. ഈ റിവറ്റ് ഹോൾ എന്ന് പറയുന്നത് ദ ഡയമീറ്റർ ഓഫ് ഹോൾ ഇസ് കെപ്റ്റ് 1.5 mm മോർ ദാൻ ദ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് ഫോർ റിവറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm ഡയമീറ്റർ ആൻഡ് 2 mm ഫോർ റിവറ്റ് എക്സീഡിംഗ് 25 mm. അതായത് ഡയമീറ്റർ ഓഫ് ദ ഹോൾ, അതായത് നമ്മുടെ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഷാങ്കിന്റെ ഡയമീറ്റർ ആയിരിക്കും വെൻ ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ റിവറ്റ് ഹോളിന്റെ ഡയമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. ഇനി എന്തായിരിക്കും റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്? റിവറ്റ് ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ നോമിനൽ ഡയമീറ്റർ ഉണ്ടല്ലോ, ആ നോമിനൽ ഡയമീറ്ററിനേക്കാളും 1.5 mm കൂടുതൽ കൊടുക്കുന്നതായിരിക്കും ഡയമീറ്റർ ഓഫ് ദ ഹോൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. 25 mm വരെയാണ് റിവറ്റിന്റെ ഇരുന്നെങ്കിൽ നമ്മൾ 1.5 mm ആഡ് ചെയ്യാം. 25 mm മേലെയാണ് അതിന്റെ ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ നമ്മൾ 2 mm വീണ് ആഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് നോക്കുക, എഫക്റ്റീവ് ഡയമീറ്റർ നമുക്ക് ചോദിക്കുമ്പോൾ അതിന്റെ ഡയമീറ്റർ ഓഫ് റിവറ്റ് എത്രയാണെന്നും കൂടെ നോക്കുക. 25 mm ആണോ അതിന്റെ മേലെയാണോ നോക്കുക, അതനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല കേട്ടോ, പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത്ര ഇതിനുള്ളതിന്റെ എഫക്റ്റീവ് ഡയമീറ്റർ എത്രയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. Then gross area. The gross area of a rivet is given by its gross diameter. ആ ഗ്രോസ് ഡയമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണോ അതായിരിക്കും ഗ്രോസ് ഏരിയ എന്ന് പറയാം. ദെൻ എപ്പോഴും ചോദിക്കുന്ന 2 കാര്യങ്ങളാണ് പിച്ചും ഗേജും. പിച്ച് ആൻഡ് ഗേജ് എന്ന് പറയുന്നത്, പിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റിവറ്റ് മെഷർഡ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അത് ഇതാണ് കാണിച്ചത്, ഫിഗർ വെച്ച് പറയാം. അതായത് ഇതാണ് P എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫോഴ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷന് പാരലായിട്ട് 2 കോൺസിക്യൂട്ടീവ് റിവറ്റിന്റെ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ലെങ്ത്തിനാണ് പിച്ച് എന്ന് പറയാം. അതിന്റെ പെർപെൻഡിക്കുലർ, ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഗേജ് എന്ന് പറയുന്നത്. എഡ്ജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എൻഡിൽ നിന്ന് ആ റിവറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇവിടുത്തെ എൻഡിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് വരെയുള്ളതിനാണ് എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഈ എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും കൊടുക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാ കേട്ടോ. എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്, എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്. അതായത് ഈ പ്ലേറ്റിന്റെ എൻഡ് തൊട്ട് ആ റിവറ്റിന്റെ അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനാണ് എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും. അപ്പോൾ എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടും എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന് പാരലൽ ആയിട്ടും. ജസ്റ്റ് സംഭവം സെയിം തന്നെയാണ്. നമ്മളവിടെ എഡ്ജ് ഡിസ്റ്റൻസും എൻഡ് ഡിസ്റ്റൻസും കൊടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അതായത് ഒരു പ്ലേറ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഇതാ ഇങ്ങനെ വെച്ചേക്കാണ്. ആ പ്ലേറ്റിന്റെ അറ്റത്തായിട്ട് തന്നെ ഹോൾ, അല്ലെങ്കിൽ ആ അറ്റത്ത് തന്നെ ഹോൾ കൊടുക്കുമ്പോൾ ഒന്ന് സംഭവിക്കാം, ആ ഹോൾ ഒരു ഇച്ചിരി മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തുള, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു തുള ഉണ്ടാവാൻ, അല്ലെങ്കിൽ അത് ടിയർ ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും സംഭവിക്കും, ഫെയിലിയർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മിനിമം എഡ്ജ് ഡിസ്റ്റൻസും മിനിമം വാല്യൂ പിച്ചിന്റെ ഒക്കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ പിച്ചും ഗേജും കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ഹോൾ അടുത്തടുത്ത് തന്നെയാണെങ്കിൽ ഈ ഭാഗത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഫെയിലിയർ സംഭവിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ മിനിമം പിച്ച് എത്രയും, മിനിമം ഗേജ്, മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. സോ ഇതിനാണ് നമ്മൾ ആ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുന്നത്. സോ ഇനി വരാൻ പോകുന്നതും സ്പെസിഫിക്കേഷൻസ് ആണ്. സ്പെസിഫിക്കേഷൻ വരുമ്പോൾ പിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2.5D, അതായത് 2.5Dനേക്കാൾ ഒരിക്കലും കുറയാൻ പാടില്ല പിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ 16T or 200 mm. T എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ് കേട്ടോ. 16T or 200 mm whichever is less in tension member. 12T or 200 mm whichever is less in the case of compression member. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിച്ചിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാത്തിന്റെയും പലതവണ ചോദിച്ചിട്ടുണ്ട്. പിച്ച് ഷാൽ നോട്ട് ബി മോർ ദാൻ, മാക്സിമം വാല്യൂ ഓഫ് പിച്ച് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി മോർ ദാൻ 16T or 200 mm whichever is less in tension member. ടെൻഷൻ മെമ്പർ ആണെങ്കിൽ 16T or 200 mm. കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ 12T or 200 mm. ഇനി സ്റ്റാഗേർഡ് പിച്ച് ആണെങ്കിൽ പിച്ച് മേ ബി ഇൻക്രീസ്ഡ് ബൈ 50% പ്രൊവൈഡഡ് ഗേജ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ 75 mm. സ്റ്റാഗേജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പിച്ച് മേ ബി ഇൻക്രീസ്ഡ് ബൈ 50%. ഈ പറഞ്ഞ പിച്ച് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 50% പ്രൊവൈഡഡ് ദാറ്റ് ഗേജ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ 75 mm. ഇനി ഇതെല്ലാം ടാഗ് റിവറ്റിംഗ് ആണ് നടത്തിയേക്കണമെങ്കിൽ 32T or 300 mm whichever is less. ഇനി അത് ഇത്രയും പിച്ചിന്റെ കേസിൽ. ഇനി ബഡ് ജോയിന്റ്സിന്റെ വരുമ്പോൾ, ഇൻ ദ കേസ് ഓഫ് ബഡ് ജോയിന്റ് മാക്സിമം പിച്ച് ഇസ് ടു ബി റിസ്ട്രിക്റ്റഡ് ടു 4.5D ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ഫ്രം ദ ബട്ടിംഗ് സർഫസ്. ഇൻ ദ കേസ് ബഡ് ജോയിന്റ് വരുമ്പോൾ മാക്സിമം പിച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4.5D ആയിരിക്കും. എവിടം വരെ? ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ഫ്രം ദ ബട്ടിംഗ് ഫേസ്. ബട്ടിംഗ് ഫേസിൽ നിന്ന് 1.5 ടൈംസ് ദ വിഡ്ത്തിംഗ് പ്ലേറ്റ് വരെ ആയിട്ട് നമ്മൾ റിസ്ട്രിക്ട് ചെയ്യുക. The gauge length of G should not be more than 100 plus 40 or 200 mm whichever is less. ഇതിന്റെ എല്ലാത്തിന്റെ സ്പെസിഫിക്കേഷൻ നോട്ട് ചെയ്തിട്ട് പോകട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ എഡ്ജ് ഡിസ്റ്റൻസ് വരുമ്പോൾ, എഡ്ജ് ഡിസ്റ്റൻസ് ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ദ റിവറ്റ് ഹോൾ ടു ദ അഡ്ജസന്റ് എഡ്ജ് ഓഫ് ദ മെമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു കാര്യങ്ങളെല്ലാം. ദ ഫെയിലിയർ ഓഫ് ദ പ്ലേറ്റ് ഇൻ ടെൻഷൻ അതായത് ഫെയിലിയർ സംഭവിക്കുന്ന, ടെൻഷൻ പോലെ ഉണ്ടാകുന്ന ഫെയിലിയർ സംഭവിക്കുന്ന എഡ്ജ് ഡിസ്റ്റൻസിലായിരിക്കും. അതുപോലെ തന്നെ അത് സ്റ്റീൽ ഓപ്പോസിറ്റ് ടു ദ ഹോൾ മേ ബൾജ് ഔട്ട് ഓർ ക്രാക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ക്രാക്ക് സംഭവിക്കാൻ അല്ലെങ്കിൽ അത് ടിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എഡ്ജ് ഡിസ്റ്റൻസ്, മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.5D. ഹാൻഡ് കട്ടും ഉണ്ട്, മെഷീൻ റോളറും ഉണ്ട് കേട്ടോ. അപ്പൊ ഹാൻഡ് കട്ടാണ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ 1.5D കൊടുക്കുക. മെഷീൻ റോളറാണ് കൊടുക്കണമെങ്കിൽ അവിടെ 1.7D കൊടുക്കുക. ദെൻ മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 mm plus 4T ആയിരിക്കും. മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസ് മാറിപ്പോയി, നമ്മൾ മിനിമം എഡ്ജ് ഡിസ്റ്റൻസും മാക്സിമം എഡ്ജ് ഡിസ്റ്റൻസും ആണ് കേട്ടോ. ദെൻ ടാഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്കിംഗ് റിവറ്റ്സ് അല്ല. ടാക്കിംഗ് അല്ലെങ്കിൽ സ്റ്റിച്ച് റിവറ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ സെക്ഷൻ ടു ആക്ട് യൂണിസൺ. ഒരുമിച്ച് ഒരൊറ്റ ഇതായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് സ്റ്റാക്ക് സ്റ്റിച്ച് റിവറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പെർമിസിബിൾ സ്ട്രെസ് എന്ന്, ആ പ്ലേറ്റിന്റെ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് 0.6 FY ആയിരിക്കും. ഇനി പെർമിസിബിൾ സ്ട്രെസ് മൊത്തത്തിൽ നമ്മൾ പവർ ഡ്രിവൺ ഉണ്ട്, ഹാൻഡ് ഡ്രിവൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ആക്സിയൽ ടെൻഷൻ, ഷിയർ, ബിയറിംഗ് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വാല്യൂ പെർമിസിബിൾ സ്ട്രെസ്സസ് ആണ്. പവർ ഡ്രിവന്റെ ആക്സിയൽ ടെൻഷൻ എന്ന് പറയുന്നത് 100 വരെ ഉണ്ടാവാം, ഷിയർ 100 ആണ്, ബിയറിംഗ് 300 വരെ. ഹാൻഡ് ഡ്രിവണിലും ആക്സിയലിന്റെ ഷിയറിന്റെ വാല്യൂ സെയിം ആയിരിക്കും, ബിയറിംഗിന്റെ മാത്രം വാല്യൂ ആയിരിക്കും വ്യത്യാസമുള്ളൂ. നോക്കുക ടേബിള് 80 plus 80 and 250. Then failure of a riveted joint. അവിടെ വരുന്ന റിവറ്റിംഗിന് വരുന്ന ഫെയിലിയർ. ദ ജോയിന്റ് മേ ഫെയിൽ in any of the following manner: tearing of the plate between rivet hole, shearing of the rivet, bearing plate of or rivet, edge cracking. Tearing of the plate, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ആ റിവറ്റ് ഹോളുകൾ തമ്മിൽ ടിയർ, അതായത് ഫിഗർ വന്നിട്ടില്ല അല്ലേ, സോറി.
ഫിഗർ കൊടുത്തിട്ടുണ്ടായിരുന്നു, സോറി ഇത് വന്നിട്ടില്ല, നോക്കാം. ടിയറിംഗ് ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറ്റ് ഹോളുകൾ അടുത്തടുത്താണെങ്കിൽ എന്ത് സംഭവിക്കാം, പെട്ടെന്ന് തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 2 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 2 ഹോൾ അടുത്തടുത്താണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ആ പേപ്പർ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ പ്ലേറ്റിൽ 2 ഹോളുകൾ അടുത്തടുത്താണെങ്കിൽ പെട്ടെന്ന് ടിയർ ചെയ്ത് പോകാനല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുക, ആ റിവറ്റ് ഹോളിന്റെ ഇടയിലുള്ള സ്ഥലത്ത് പ്ലേറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്തേക്കുന്നതാവും. അങ്ങനെ ഒരു ഫെയിലിയർ സംഭവിക്കാൻ പറ്റും. ഇനി ഷിയറിംഗ് ഓഫ് റിവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലേറ്റ് മേ ഫെയിൽ ഇൻ ഷിയർ അലോങ് ദി 2 ലൈൻസ് ഇഫ് മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ഇസ് നോട്ട് പ്രൊവൈഡ്. ആ എഡ്ജ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എഡ്ജ് ഡിസ്റ്റൻസിൽ പെട്ടെന്ന് പ്ലേറ്റ് ഷിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബിയറിംഗ് ഓഫ് എ പ്ലേറ്റ് ഓർ റിവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്രഷ്ഡ് ഇഫ് ദ കംപ്രസീവ് സ്ട്രെസ് എക്സീഡ് ദ ബിയറിംഗ് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഓഫ് ദ റിവറ്റ്. അതായത് കംപ്രസീവ് സ്ട്രെസ്, അവിടെ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് പ്ലേറ്റിന്റെ ബിയറിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ റിവറ്റിന്റെ ബിയറിംഗ് സ്ട്രെങ്ത്തിനൊക്കെ കൂടുതൽ ആവുകയാണെങ്കിൽ ബിയറിംഗ് ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ ബിയറിംഗ് ഓഫ് റിവറ്റ് സംഭവിക്കാം. Then edge cracking. Plate will crack at the back of a rivet if it is placed very near to the edge of the plate. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് കൊടുക്കേണ്ട കാരണങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇനി റിവറ്റഡ് ജോയിന്റ്സിന് വരുന്ന മെയിൻ ആയിട്ട് കുറച്ച് അസംഷൻസ് ഉണ്ട്. The tensile stress is uniformly distributed on the portion of the plate between rivet. The friction between plate is neglected. Shearing stress is uniformly distributed on the cross section of the rivet. The rivet fill the hole completely and the rivet in a group share the direct load equally. Bending stress in the rivet is neglected. Just assumptions എല്ലാം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി വരുന്ന മെയിൻ പോർഷനാണ് സ്ട്രെങ്ത് ഓഫ് എ റിവറ്റഡ് ജോയിൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെങ്ത് ഓഫ് എ റിവറ്റഡ് ജോയിൻ എന്ന് പറയുന്നത് the strength of a riveted joint is computed by considering the failure of rivet in shear and bearing and പ്ലേറ്റിന്റെ ടിയറിംഗ് ഹോൾ. ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞ ഫെയിലിയറുകൾ ഉണ്ടല്ലോ, ആ ഫെയിലിയറുകളെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിന്റ് എടുക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് റിവറ്റ് ഇൻ ഷിയർ നോക്കാം. ഷിയർ നോക്കുമ്പോൾ ദ റെസിസ്റ്റൻസ് ഓഫ് എ റിവറ്റ് ടു ഷിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഷാങ്ക് ആൻഡ് അലൗബിൾ യൂണിറ്റ് ഷിയർ സ്ട്രെസ്. അപ്പോൾ ഒരു സിംഗിൾ റിവറ്റിന് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റ് എടുക്കുകയാണെങ്കിൽ π/4 d² ഇൻറ്റു ടോ എ. നമ്മൾ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്കാണ് π/4 d² കൊടുത്തേക്കുന്നത്. അതിന്റെ അലൗബിൾ യൂണിറ്റ് ഷിയർ സ്ട്രെസ് ആണ് ടോ എ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിവറ്റിന്റെ ആണ് ആ വാല്യൂ π/4 d² ടോ എ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിവറ്റഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര നമ്പർ ഓഫ് റിവറ്റ്സ് ആണോ കൊടുത്തേക്കുന്നത് ആ എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിന്റ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു π/4 d² ടോ എ. അതുപോലെ തന്നെ ഡബിൾ ഷിയർ വരുവാണെങ്കിൽ, ഇത് നമ്മൾ സിംഗിൾ ഷിയർ ആണ് പറഞ്ഞത്. ഇപ്പൊ ഡബിൾ ഷിയർ വരുവാണെങ്കിൽ ആ പറഞ്ഞ വാല്യൂ എന്ത് കൊടുക്കുക, ഇൻറ്റു 2 കൂടെ കൊടുക്കുക. പിന്നെ ബാക്കി വാല്യൂ PS എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിന്റ് ഷിയർ ആണ്, D എന്ന് പറഞ്ഞ ഗ്രോസ് ഡയമീറ്റർ ആണ്, ടോ എന്ന് പറഞ്ഞ അലോബിൾ ഷിയർ സ്ട്രെസ് ആണ്, N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റിവറ്റ് ഇൻ ഈച്ച് സൈഡ് ഓഫ് ജോയിന്റ്. ഇനി സ്ട്രെങ്ത് ഓഫ് റിവറ്റ് ഇൻ ബിയറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റഡ് ഏരിയ ഇൻറ്റു പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് ആയിരിക്കും. D എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് D ഇൻറ്റു T ചെയ്യുമ്പോൾ പ്രൊജക്റ്റഡ് ഏരിയ ചെയ്യും, സിഗ്മ B എന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് കിട്ടും. അതും ഒരു റിവറ്റിന്റെ ആണ് വാല്യൂ, PBയുടെ വാല്യൂ. ഇനി റിവറ്റഡ് ജോയിന്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഇൻറ്റു N കൊടുക്കുക. നമ്പർ ഓഫ് ജോയിന്റ്സ് ഇസ് N ഇൻറ്റു D ഇൻറ്റു T ഇൻറ്റു സിഗ്മ B ചെയ്യാം. ഓക്കെ.